നദിയിലൂടെ ജലം വന്നില്ലെങ്കിൽ പകരം ഇന്ത്യക്കാരുടെ രക്തം ഒഴുകും എന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർപേഴ്സൺ ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണിക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ശശി തരൂർ. സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചതിനെക്കുറിച്ചുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർപേഴ്സൺ ബിലാവൽ ഭൂട്ടോയുടെ ഭീഷണി പരാമർശം വെറും പ്രകോപനപരമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ ശശി തരൂർ പറഞ്ഞു. വാർത്താ ഏജൻസിയായ ANIയോട് സംസാരിക്കവേ പാകിസ്ഥാൻ നേതാവിൻ്റെ ഈ പ്രസ്താവനയെ അപലപിച്ച തരൂർ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിനെ ശരിവെക്കുകയും ചെയ്തു. ബിലാവൽ നടത്തിയത് വെറും പ്രകോപനപരമായ പ്രസ്താവനയാണ്. പാകിസ്ഥാനെതിരെ ഞങ്ങൾക്ക് ഒരു ഗൂഢാലോചനയുമില്ല. പക്ഷേ അവർ എന്തെങ്കിലും ചെയ്താൽ അവർ പ്രതികരണത്തിന് തയ്യാറായിരിക്കണം. രക്തം ഒഴുകാൻ പോവുകയാണെങ്കിൽ അത് നമ്മുടേതിനേക്കാൾ കൂടുതൽ അവരുടെ പക്ഷത്തേക്കായിരിക്കും ഒഴുകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ നയം അതേപടി തുടരുന്നുവെന്ന് ശശി തരൂർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ആക്രമണാത്മക ഉദ്ദേശമില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇന്ത്യക്ക് പാകിസ്ഥാനെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല, അവരുടെ ജനങ്ങളെ ദ്രോഹിക്കാൻ ഉദ്ദേശവുമില്ല. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയോട് എന്തെങ്കിലും ചെയ്താൽ അവർ അതിന് മറുപടി നൽകാൻ തയ്യാറാകണമെന്നും തരൂർ പറഞ്ഞു. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാം ജില്ലയിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് ആരോപിച്ച് 65 വർഷം പഴക്കമുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്നാണ് അതിർത്തികൾക്കപ്പുറത്ത് നിന്നും ബിലാവലിൻ്റെ പ്രകോപനപരമായ പ്രസ്താവന ഉണ്ടായത്. നമ്മുടെ രഹസ്യാന്വേഷണ വീഴ്ചകൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും ഒരു രാജ്യത്തിനും 100% കുറ്റമറ്റ സംവിധാനം ഉണ്ടാകില്ല എന്നും ശശി തരൂർ പറയുന്നു. തടയാൻ കഴിയാതെ പോയ ഈ ഭീകരാക്രമണത്തെ ചൊല്ലി സർക്കാരിനെ പഴിചാരുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അറിയാത്ത എത്രയോ ഭീകരവാദികളുടെ ആക്രമണ ശ്രമങ്ങൾ നമ്മുടെ രാജ്യം പരാജയപ്പെടുത്തി കാണും. ഈ അവസ്ഥയിൽ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നതാണ് എല്ലാവരും ചെയ്യേണ്ടതെന്നും തരൂർ പറഞ്ഞു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ 4 സ്ഥലങ്ങളിൽ സുരക്ഷാ സേന കണ്ടെത്തിയെന്ന് പറയുന്നു. ഒരിടത്ത് വെച്ച് സുരക്ഷാ സേനയ്ക്കും ഭീകരർക്കും ഇടയിൽ വെടിവയ്പ് നടന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഭീകരർ നിലവിൽ ത്രാൽ കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളതെന്നും സൂചനയുണ്ട്. രാത്രി ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ഈ ഭീകരർ ചില വീടുകളിൽ എത്തിയെന്നാണ് പറയുന്നത്. സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെച്ച ശേഷം 4 പേരടങ്ങുന്ന സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതോടൊപ്പം ഭീകരാക്രമണത്തിൻ്റെ പേരിൽ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ചൈന എത്തിയിട്ടുണ്ട്. ഇതെല്ലാവരും നേരത്തെ പ്രതീക്ഷിച്ചതുമാണ്. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി മുഹമ്മദ് ഇഷാഖുമായി ഫോണിൽ ബന്ധപ്പെട്ട ചൈനീസ് വിദേശകാര്യമന്ത്രി നിലവിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണെന്ന് അറിയിച്ചു. പാകിസ്ഥാൻ എല്ലാ കാലത്തെയും തങ്ങളുടെ സുഹൃത്താണെന്നും ചൈന പറയുന്നു. ഈ വിഷയത്തിൽ ഇന്ന് ഇന്ത്യ ചൈനയ്ക്ക് മറുപടി നൽകും എന്നാണ് അറിയുന്നത്.